ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ഉള്ളേരിയക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ്. മൊത്തത്തിൽ ഉള്ളേരിയകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് മാവിൻ്റെ തോട്ടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. തെങ്ങുകൾ, പിന്നെ ചെറിയ ചെറിയ കൃഷികളൊന്നും ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയയിലുള്ളത് ഗ്രാനൈറ്റ്, മാർബിള്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന കല്ലുകളൊക്കെ പൊട്ടിച്ചെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മലമേലൊക്കെ അങ്ങനെയാണ് അതിൻ്റെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെങ്ങനെയായിട്ട് നെല്ല് വേറെടുത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ സ്ത്രീകളാണ് വർക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. തെങ്ങുകൾ, പിന്നെ ചെറിയ ചെറിയ കൃഷികൾ, ഒരു ഗ്രാമീണ വൈവിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ മലനിരകളാണ് കാണാൻ സാധിക്കുന്നത്. വെയിറ്റിംഗ് ഷെഡിൻ്റെ രൂപങ്ങൾ ഇങ്ങനെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ വെയിറ്റിംഗ് ഷെഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. റോഡുകളൊക്കെ തന്നെ ഒരു നോർമൽ റോഡായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈക്കുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഹനുമാന്റെ വലിയൊരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രമാണ്. ടൗണിൽ നിന്നും മാറി കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഉള്ള റോഡ് സൈഡിൽ വീടുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിറ്റൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണുള്ളത്. ഏകദേശം തമിഴ്നാടിനോട് ടച്ചിങ്സ് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ രീതികളൊക്കെ തന്നെ. ഇവിടുത്തെക്കാർ കൂടുതലും ട്രാക്ടറാണ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ട്രാക്ടർ ഉണ്ടെങ്കിൽ എല്ലാ കാര്യം നടക്കുന്നുള്ളതാണ് പ്രത്യേകത. ഈ ബാക്കിലെ ക്യാബിൻ മാറ്റിയിട്ട് വെള്ളവണ്ടി ആക്കാം. മാർബിളിൻ്റെ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഓട്ടോകളുടെ ഷേപ്പ് ഏകദേശം ഈ രൂപത്തിലാണ്. ബാക്ക് അത്യാവശ്യം പൊന്തിച്ചുകൊണ്ടാണ് ഓട്ടോയുടെ നിർമ്മാണം കാണാൻ സാധിക്കുക. ഇന്നേ ദിവസം ഞായറാഴ്ച ആയതിനാൽ ഇവിടങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അടുത്തൊരു ചെറിയ ടൗണാണ്. ടൗണിലെ കാഴ്ചകളൊക്കെ തന്നെ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു ടൗൺ, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ടൈമിലൊക്കെ ഇവിടെ ആളുകൾ ഇറങ്ങി കാണുന്നുണ്ട്. ഇതുപോലെയുള്ള ഡിവൈഡറുകളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. ടൗണുകളൊക്കെ തന്നെ കഴിഞ്ഞു. പിന്നീട് ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് തുടങ്ങുന്നത്. ഇടവിട്ടിട്ടുള്ള കടകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ കുറേ ആളുകളുണ്ടാവും. പിന്നീട് അങ്ങോട്ട് ആളുകളും ഒന്നുമില്ലാത്ത ഏരിയകളൊക്കെ കാണാനേ നമുക്ക് സാധിക്കാം. റോഡ് സൈഡിലൊക്കെ തന്നെ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള പുളിമരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ളായിട്ട് മാവിൻ തൈകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കായ്ച്ചു നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മാവിൻ തോപ്പുകൾ. കുഴപ്പമില്ലാത്ത സാഹചര്യം തന്നെയാണ് ഈ ഒരു ഏരിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വലിയ എന്തോ ഒരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. ഫാം ഫ്രഷ് എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ചിലപ്പോൾ പാലിൻ്റെ ഒക്കെ ഒരു ഇതായിരിക്കാം, കമ്പനി ആയിരിക്കാം. ഈ ഒരു ഏരിയയിൽ കൂടുതലും മാവിൻ്റെ തൈകളും മാവിൻ തോട്ടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ തെങ്ങുകളൊക്കെ ഇടയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ മാവിൻ തൈകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ഇഷ്ടിക കമ്പനി കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു കമ്പനി. ഒഴിഞ്ഞിങ്ങനെ കിടക്കുന്ന റോഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരാളും മനുഷ്യനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കാഴ്ചകൾ. ഇവിടെ ഇങ്ങനെ പാറ പൊട്ടിക്കുന്ന ഒരു മലയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ പാറ പൊട്ടിച്ചതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ പുല്ല് മുളച്ചതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് മേലക്ക് കുമ്പാരായി കിടക്കുന്നത്. ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് കാണാം. വളരെ ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു താവ കാണാം. റോഡ് ഇങ്ങനെ വിശാലമായിട്ട് ഒഴിഞ്ഞു കിടക്കണേ.
രണ്ട് സൈഡിലും മാവിൻ തൈകളും മാവിൻ തോട്ടങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ തെങ്ങുകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഈ ഏരിയയിൽ കാണുന്നത് കല്ലുകൾ പൊട്ടിക്കുന്ന കോറികൾ, പിന്നെ കടപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കല്ലുകളില്ലേ, വലിയ കല്ലുകൾ ചതുരാകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയകളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തമിഴ്നാടിനോട് അതിർത്തി പങ്കിട്ടുകൊണ്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആ ഒരു തമിഴ്നാട് ടച്ചിങ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ തമിഴ് എല്ലാവർക്കും അറിയും, അതേപോലെ തെലുങ്ക് അറിയും, ഉറുദു അറിയും. കന്നഡ അങ്ങനെ സംസാരിക്കണ കേട്ടില്ല. കാരണം കർണാടക ബോർഡർക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 150-200 കിലോമീറ്ററോളം ഉണ്ട്. പൊതുവേ ഇവിടെ ഏത് ഭാഷ അറിയാമെന്നുള്ളത് ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ബോർഡർ ടച്ചിങ് വരുന്ന ഏരിയയിലൊക്കെ ഭാഷകൾ കൂടുതൽ അറിയല്ലോ, ഏത് കുട്ടികൾക്കും അറിയും എന്നുള്ളതാണ്. പിന്നെ കൂടുതലായിട്ട് ഹിന്ദിയാണ് കേട്ടോ ഉപയോഗിക്കണത് പുറത്തൊക്കെ. കാരണം തെലുങ്ക് ഉപയോഗിക്കുന്ന നാട്ടിൽ വരെ ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ നാട്ടിലും ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദി ഒരു മസ്റ്റ് ലാംഗ്വേജാണ് നമ്മളെ നാട്ടിൽ കളിക്കണമെങ്കിൽ, നമ്മുടെ രാജ്യത്ത് കളിക്കണമെങ്കിൽ. ഇംഗ്ലീഷാണ് സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷ. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കൂടുതലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഇംഗ്ലീഷും സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ കാണുന്നതൊക്കെ തന്നെ മാവിൻ തോട്ടങ്ങളാണ്. ഈ ഏരിയയിലൊന്നും അങ്ങനെ പൂട്ടത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ മരങ്ങൾ, അതാണ് ഒരു പ്രത്യേകത. ഒന്നിങ്ങോട്ട് കുലുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തണ് ചാടും, അങ്ങനത്തെ രീതിയിലുള്ള മരങ്ങളാണ്. ഇതും മാർബിൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെ കട്ടിങ് മെഷീൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത്രയും വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ആ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുന്നതൊക്കെ. ഇതിൻ്റെ ചുറ്റുപാട് നോക്കുമ്പോൾ നല്ല കൃഷിപ്പാടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയായിട്ട് ഒരു ജീപ്പിൽ വന്നിട്ട് എന്തോ ഒരു മെഷീൻ ഘടിപ്പിച്ച സംഭവമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊയൽ കളക്കണ മെഷീനാണ് കേട്ടോ. എന്താല്ലേ, ആദ്യമായിട്ടാണ് കാണുന്നത് ജീപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ജീപ്പിലാണ് കേട്ടോ ചെയ്യണേ, കൊയൽ കളക്കുന്ന മെഷീനാണ്. ഈ ഒരു ഏരിയയിലായിട്ട് ഫുള്ള് പച്ചപ്പിൽ പുതഞ്ഞ ഒരു ഏരിയ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഏരിയയിൽ കല്യാണം നടക്കുന്നുണ്ട്. വീടുകളൊക്കെ തന്നെ ചെറിയ ചെറിയ വീടുകളാണ് കാണാൻ സാധിക്കുന്നത്. മേലക്കൊന്നുള്ള വീടുകൾ കാണാൻ സാധിക്കുന്നില്ല. പല വിധത്തിലുമുള്ള ചെറിയ ചെറിയ കമ്പനികളൊക്കെ തന്നെ നമുക്ക് ഈ റൂട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പൊള്ളിയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടൊന്ന് നോക്കുകയാണെങ്കിലേ. നേരെ നോക്കിയാൽ മല, ആ മല തന്നെ ഇങ്ങനെ കിടക്കണ കാണാൻ വേറെ തന്നെ രസമാണ്. ഒരു താളത്തിലും ഓളത്തിലും മണൽനിരകളൊക്കെ നോക്കുന്ന പോലെയുള്ള ഒരു രീതി. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന റോഡ്, കർഷകർ തന്നുകൊണ്ടിരിക്കണേ. നെൽവയലുകളാണ് കാണാൻ സാധിക്കുന്നത്. തെങ്ങിൻ മരങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് മാർബിളിൻ്റെ കമ്പനി കാണാൻ സാധിക്കുന്നുണ്ട്, കട്ടിങ് ചെയ്തെടുക്കണ. നല്ല വയലുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് കൃഷിയുടെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ആൽമരവും ഒരു ചെറിയ ക്ഷേത്രവും കാണാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വളമ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വീടുകളൊക്കെ തന്നെ പുതുതായിട്ട് വരുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു അടച്ചിട്ട പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന വാഹനം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പമ്പുകൾ ഇങ്ങനെ അടച്ചിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇവിടങ്ങളിലെ കടകളൊക്കെ തന്നെ ഇങ്ങനെയാണ്. കോട്ടപ്പള്ളി മിഠായി എന്ന് പറയുന്ന സ്ഥലത്താണ്. കോട്ടപ്പള്ളി മിഠായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓരോ സെറ്റ് റൂമിൽ ഒതുങ്ങിയ കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു ടൗൺ, ഓരോ റൂമിലും ഓരോ കടകളായതുകൊണ്ട് തന്നെ വലിയൊരു ടൗണിന് ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നില്ല. ഇതിൽ മതി എന്നുള്ള ചിന്താഗതി ആയിരിക്കാം ഇവർക്ക് ആ ഒരു റൂമിൽ ഒതുക്കുന്നതിനുള്ള കാരണം. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ 2-3 റൂമിൽ ഉള്ള സാധനങ്ങളൊക്കെ കൂടി ഇവിടെ ഒരു റൂമിലാണ് ഒതുക്കി ചെയ്യുന്നത്. ഒരു മനോഹരമായൊരു ചെറിയ ടൗണിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് എന്നാണ് തോന്നുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പ്രത്യേകതയാണ്, ടൗണ് മാത്രമായിരിക്കും കുറച്ച് ക്രൗഡ്. ചില ടൗണുകളിൽ വീടുകൾ മാത്രമായിരിക്കും, ചില ടൗണുകളിൽ
വീടുകളും കടകളും കൂടി ഉള്ള ഏരിയ ആയിരിക്കും. ടൗണ് മാത്രമേ കുറച്ച് ക്രഷ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവുള്ളൂ. പിന്നീട് ടൗണിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ആ ഒരു ടൗണിൻ്റെ ചുറ്റളവ് കഴിഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ അല്ല 5 കിലോമീറ്റർ ഏറി വന്നാൽ അത് ഏത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് ഒഴിഞ്ഞ് കിടക്കുന്ന നല്ല രസമുള്ള സ്ഥലങ്ങളായിരിക്കും. അതാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര രസകരമാണ്. എടാ ഇതെന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടില്ല ചേട്ടാ. ഏതോ ആൾക്കാരെ മരണത്തിന് ഇടയാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചാന്ന് തോന്നുന്നുണ്ട്. തറ കെട്ടുകാണ്ട് ഇത് വെച്ചിരിക്കണം കേട്ടോ. കാണി തറ ഇട്ടുകാണ്ട് അതിൻ്റെ മേലെ ഈ വണ്ടികളാണ് കയറ്റി വെച്ചിരിക്കുക. എന്താല്ലേ, മെയിൻ റോഡാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ ഇത് സംഭവം, എനിക്കൊരു പിടുത്തം കിട്ടില്ല ചേട്ടാ. ഇത് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം, ഇവിടെ അത് തറൻ്റെ മേലെ ഇത് കയറ്റി വെച്ചിരിക്കണേ. എന്താല്ലേ പടച്ചോങ്ങനെ നമ്മളൊക്കെ കാക്കട്ടെ. ഇതിൻ്റെ ഇതൊക്കെ തുപ്പിക്കണം കേട്ടോ, പുറത്തേക്ക് തുപ്പിക്കണം അല്ലേതും. എന്നിട്ട് നോക്കാം നിങ്ങൾ. ഷിഫ്റ്റാണ് കേട്ടോ വണ്ടി. ഇത് ഫ്ലാറ്റിനെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ അടിച്ചിട്ടേ ചള്ളിങ്ങി ഉള്ളിൽ കണ്ട് പോയിക്കണേ. ഈ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ പറമ്പ് പോലത്തെ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ മാവിൻ തോപ്പുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പുറത്ത് എന്തൊക്കെയോ തോപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപുറം മലയാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ മലനിരകളാണ്. ഒരു വലിയ ടൗണിൽ നിന്ന് ഏകദേശം അടുത്തൊരു ടൗണിലേക്ക് മിനിമം 50 കിലോമീറ്റർ ഡിഫറൻറ്റ് വരും കേട്ടോ. അതിൻ്റെ അടിയിൽ ഒരു 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടൗണുകൾ കിട്ടും. പിന്നെ അതിൻ്റെ മേലേക്ക് 100 കിലോമീറ്റർ ഒക്കെ പോകണം നല്ല വലിപ്പമുള്ള ടൗൺ കിട്ടാൻ. 100 കിലോമീറ്റർ ഡിഫറൻറ്റ് വെച്ചിട്ടാണ് നല്ല വലിയ ടൗണുകളൊക്കെ ഉള്ളത് ആന്ധ്രാപ്രദേശിൽ. അതായത് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മെയിൻ ഏരിയയിലുള്ള വലിയ വലിയ ടൗണുകളില്ല, അങ്ങനത്തെ ഒക്കെ കൂടുതലും എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 100 കിലോമീറ്റർ ഡിഫറൻറ്റിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ വലിപ്പമുള്ള ചെറിയ ചെറിയ ടൗണുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ കഴിയണം, 50 കിലോമീറ്ററിൻ്റെ ഗ്യാപ്പിൽ കഴിയണം. അങ്ങനെയാണ് അറൗണ്ട് മൊത്തം ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10 കിലോമീറ്റർ ഗ്യാപ്പിലായിരുന്നു ചെറിയ ചെറിയ ടൗണുകൾ ഉണ്ടായിരുന്നത്. പിന്നെ അത് 5 കിലോമീറ്റർ ഗ്യാപ്പിലായി വന്ന്, പിന്നെ ഇപ്പോൾ 2 കിലോമീറ്റർ ഗ്യാപ്പിലായി വന്ന്, പിന്നെ ഇപ്പോൾ റോഡ് സൈഡിൽ മൊത്തം കടകളായിട്ട് വന്നില്ലേ. അതേ സിറ്റുവേഷനാണ് ഇനി ഇവിടെയൊക്കെ അപ്ഡേറ്റ് ആയി വരിക. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ 50 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ, അത് പിന്നീട് ഇങ്ങനെ വളർന്ന് വലുതായി ഇങ്ങനെ വരും. ഒരു 10 കൊല്ലോ 15 കൊല്ലോ കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ അതുപോലെ ഒരു 10 കിലോമീറ്റർ കൂടുമ്പോഴുള്ള ടൗണുകളൊക്കെ ആയി വരും. ഇപ്പോൾ ചെറിയ ഓരോ ഇടവിട്ടിട്ടുള്ള കടകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയും. അതും നമുക്കൊരു 10 കിലോമീറ്റർ ഗ്യാപ്പ് ഇട്ടാലൊക്കെ കാണാൻ കഴിയുള്ളൂ. ഞാൻ ഈ ബോർഡിലെ ഒരു സാഹചര്യമല്ല പറയണത്, കുറച്ചും കൂടി ഉള്ളിലേക്കൊക്കെ കയറിയുള്ള സാഹചര്യങ്ങളാണ് പറയണത്. പൊള്ളി സ്ഥലം കേട്ടോ. ഇങ്ങോട്ട് നോക്കാം നിങ്ങൾ. എന്തോലെ ആ മലൻ്റെ ഒരു ഭംഗി ഇങ്ങനെ കിടക്കണ കാണാനും ഒഴിഞ്ഞിങ്ങനെ കിടക്കണത് കാണാൻ തന്നെയാണ് സാധിക്കുന്നത്. വളരെ രസകരമായിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല നല്ല കൃഷിയിടങ്ങളും മാവിൻ തോപ്പുകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇടകലർന്നിട്ട് മറ്റേ നെല്ല്, ഗോതമ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്.